ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു പുതിയ വേൾഡാണ്. അപ്പോൾ നമുക്ക് ആക്കിലെ വേൾഡൊക്കെ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ ഈ ഒരു വേൾഡിൽ നിന്ന് നല്ല പോലെ മാക്സിമം പറ്റുന്നത്ര പോലെ കളിച്ച് സെറ്റാക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഒന്ന് വിട്ടുമുടിച്ചിട്ട് വരാം. അപ്പോൾ അവിടെ ഷീപ്പിനെ കൂടെ നമുക്കൊന്ന് തീർത്തേക്കാം. ആയിട്ട് നമ്മൾ വുഡ് കുറിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മളെ ബേസിക് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഇനി പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ഇനി ഈ സ്റ്റോണുകളൊക്കെ നമ്മൾ ഇനി ഇടാം. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു പിക്കാക്സും ഒരു ആക്സും ക്രാഫ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഒരു സ്പിയർ ആണല്ലോ ഇതിൻ്റെ പേര്, പുതിയ വന്ന വെപ്പണാണ്. ഇവിടെ പോയി ചാവാതി നോക്കാം. ചാവാതിരിക്കാൻ സ്കെൽറ്റനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കോള് മൈനി ചെയ്യുന്നു. ഒന്ന് ഒറ്റൊടിയല്ലാണ്ട് ചാടാം. ഓക്കെ, ഓ ജസ്റ്റ് മിസ്. പത്താമത് വായിക്കും ക്രീപ്പർ ഗൈസ്. ക്രീപ്പർ നമ്മൾ മിക്കവാറും കേട്ടോ ഗൈസ്. കൊല്ലാൻ പണി. സ്കെൽറ്റനൊക്കെ പേടി. സ്കെൽറ്റനും ക്രീപ്പറിനും അതൊക്കെ മെയിനായിട്ട് പേടി. നല്ലപോലെ കാണുന്നു ഗൈസ്. അവിടെ സ്കെൽറ്റൻ അടിക്കാൻ വേണ്ടി കാത്തിക്കാം. സ്കെൽറ്റൻ കണ്ടെത്തിയ ഇങ്ങനെ എപ്പോഴത്തെ പോലെ ഫസ്റ്റ് നമ്മൾ ചാവുണ്ടല്ലോ. ഇതിന് മുമ്പത്തെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചാവൽ തുടങ്ങിയത് ഇതേപോലെ കേവ് പോയപ്പോൾ തന്നെ തോന്നുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും ആണ്ട് പോയി നമ്മൾ ടൂൾസൊക്കെ എടുത്തേക്കാം. ഇതാ വീണ്ടും സ്കെൽറ്റൻ. ഈ സ്കെൽറ്റൻ ഇങ്ങനെ കൊല്ലാൻ ചോദിച്ചാൽ സ്കെൽറ്റൻ തെറിപ്പിക്കണം. എനിക്ക് തൊടാൻ പറ്റുന്നില്ലോ. ನನಗೆ ഒന്നതാക്കിയല്ലോ. അങ്ങനെ നമ്മൾ ഐറ്റംസ് നമ്മൾ ടോർച്ച് ഉണ്ടാക്കി വെച്ചേക്കാമായിരുന്നു. 4 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ടൊന്ന് പ്രൂഫ് ചെയ്ത് വെച്ചേക്കാം. സ്പോൺ പ്രൂഫ്. നമുക്ക് ഇവിടെ നിന്ന് ഐശ്വര്യമായി ഇനിയൊന്നും വരാതിരുന്നാൽ മതിയെന്ന്. നമ്മൾ ആവശ്യം തിരികെ ഫുഡൊന്നും ഇരിക്കുകയാണ്. ഇത് കുക്ക് ചെയ്യാൻ കോളും വേണം. അപ്പോൾ നമുക്ക് ഈ കോളൊക്കെ ഒന്ന് മൈൻ ചെയ്യണം. തടഞ്ഞടച്ച ടാസ്ക്. അതൊക്കെ മൈൻ ചെയ്യട്ടെ. ഗ്രീപ്പർ വന്നാൽ ഗ്രീപ്പറിനെ കണ്ടാവും.
നമ്മൾ കോളൊക്കെ എടുത്തതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയേക്കാന്ന് വിചാരിച്ചതാണ്. കുറച്ച് സ്റ്റോൺ കൊടുത്തേക്കാം. ഫർണസും പിന്നെ സ്റ്റോൺ ടൂൾസൊക്കെ കുറച്ചുകൂടി ഇതാക്കണം. പിന്നെ ഇന്നത്തെ ഓള് നമ്മൾ ആദ്യം തന്നെ ഒരു അയൺ ആർമർ ആവുക. പിന്നെ അതുപോലെ നമുക്ക് പറ്റണമെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ അതേപോലെ നമ്മൾ ബേസൊക്കെ വെച്ചിട്ടുള്ള സ്ഥലം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഗോള്. നോക്കാൻ പറ്റുമെന്ന് ക്രീപ്പറൈസ്. ഇപ്പോൾ ക്രീപ്പറിന് പൊട്ട് 1 HP ആ ഒരു ആർട്ടൽ വയസ്സ് ഇങ്ങനെ ഹീൽ ചെയ്യാനും പറ്റില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ നേരെ സ്റ്റോൺ ബ്രിഡ്ജ് ചെയ്ത് കണ്ടാണ്ട് പോവാം. ഓക്കെ, വേഗം പോയിട്ട് ഷീപ്പിനെ അതൊക്കെ പിക്കിനെറ്റ് പിടിച്ച് കൊല്ലാം. അത് ക്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. അപ്പം ഇനി ഫുഡ് കളി ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആവശ്യത്തിൻ്റെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുഡൊക്കെ എടുത്തുകൊണ്ട് സ്മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമൊക്കെ. അപ്പോൾ അടുത്ത വരെയാണ് നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. നമ്മളേക്കാണെങ്കിൽ 2 വൈറ്റ് ബോൾ പിന്നെ ഗ്രേ ബോളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതും ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ബ്ലൂ ബെഡ് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതും റെഡി. ഇനി നമുക്ക് ഫസ്റ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഭാഗ്യത്തിന് ബെഡ് കിട്ടി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അയൺ മൈനിങ്ങിന് പോകണം. അയൺ മൈനിങ് കുറച്ച് ടാസ്ക്കാണ്. അത് നോക്കാം. നമുക്ക് കുറച്ച് ഫുഡ് എടുത്തേക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി പോയി നോക്കിയിട്ട് വരാം. പിക്കിന് കൂടി ഒന്ന് തീർത്ത് പോകും. നമ്മൾ ആഡ്സ് കിട്ടി ഒരു കൈത്തടിച്ച് വന്നേക്കാം. അവിടെ ഇവിടെ ഉണ്ടാ. ഓക്കെ, ഇതുകൂടെ കുക്ക് ചെയ്യാൻ വെച്ചേക്കാം. എല്ലായിടത്തും നമുക്ക് ഈ മലൻ്റെ മേലെ ഒന്ന് കയറി വെക്കാന്ന് വെച്ച് അവിടെ ഒന്ന് പോകണം. അതിന് മുമ്പ് ഫുഡൊന്ന് റെഡി ആയിക്കോട്ടെ. അതിൻ്റെ നമ്മൾക്ക് ആഡ്സ് പൊട്ടിയിരുന്നു. അപ്പോൾ ആഡ്സ് കൂടി ക്രാഫ്റ്റ് ചെയ്തേക്കാം. പിന്നെ ബിക്കാസ് വേണോ? ബിക്കാസ് വേണ്ടല്ലേ, അപ്പോൾ ഒന്നുണ്ടല്ലോ അധികം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് മതിയാവും. നമുക്ക് ബീച്ചിട്ട് വെക്കാം. ഓക്കെ, നമുക്ക് കൗവിന് കൂടി അത് തട്ടിയേക്കാം. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ മലൻ്റെ മേലെ കയറിയിട്ടുണ്ട്.
ചെയ്യാം. അങ്ങനെ നമുക്ക് ആയം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതും മൈൻ ചെയ്ത് നമുക്ക് ഈ കോഡ് മൈൻ ചെയ്തേക്കാം. അങ്ങനെ അതും തീർന്ന് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് ഇതിന് മണ്ടേ ഒന്ന് കയറാം. ഓക്കെ, അത് വീണ്ടും അടിക്കാൻ പോയാൽ കയറും. ഇപ്പോൾ ഇതൊരു വലിയ മലയാണ്. ഇവിടെ അങ്ങനെ കേവളാണ് ഉണ്ടാണ്ട്. നമ്മൾ ഇപ്പം തന്നെ ആയില്ല, 22,000 കിട്ടി. ഇനി എന്ത് സ്പെഷ്യലായിട്ട് കിട്ടാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചങ്ങോട്ട് വന്നു. നമ്മൾ അയണൊക്കെ സ്മെൽറ്റ് ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ സ്മെൽറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് കൊണ്ടുകൊണ്ടിടത്തേക്കാം. നമ്മളവിടെ ഒരു ആയം കണ്ടെന്നു പാത്തെടുത്തേക്കാം. അതിൻ്റെ മുമ്പ് ഈ പിക്കിന് കൂടി എൻ്റെ തീർത്തേക്കാം. ഇത് മാഞ്ഞു ഗൈസ്. ഇത് ബാക്കുണ്ട്, വേണ്ട മാഞ്ഞു. നമ്മളെ ഈ ഒരു വേർഷൻ എന്തോ ബാക്കുണ്ട് ഗൈസ്. എന്താണോ റോസിൻ്റെ മേലെ കറാഞ്ചില്ലല്ല, ബേബി മേലെ നമ്മുടെ ഒരു അയം കണ്ട് നമുക്ക് അതെടുക്കാൻ പോകണം. അതിന് നമുക്കൊരു അയൺ പിക്കാസ് വേണ്ട. ഇപ്പോൾ നമുക്ക് സ്റ്റോൺ പിക്കാസ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇപ്പോൾ ഇതുണ്ടാവും, ലാവ നോക്കിയാണ് പത്ത് ലാവ ചെയ്യാം. ചിലയിടത്ത് ഇങ്ങനെ ലാവ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും നൈറ്റ് സ്കിപ്പ് ചെയ്ത ശേഷം പോകാം. നമുക്ക് ആദ്യം പിക്കാസ് ഉണ്ട് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ടൈമുണ്ട് നമ്മളേക്ക് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അണ്ടർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക്. ഓക്കെ, പിന്നെ ഈ ഒരു ഗെയിമിങ് സോൺ ഉണ്ടാവില്ല, അതിനെന്തോ പ്രശ്നം പറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മുതൽ നമ്മൾ ഗെയിമിങ് സൗണ്ട് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ആയം കണ്ട് നോക്കിയാൽ അതാ എടുക്കുന്ന ആയന്. അപ്പോൾ ഈ ആയനൊക്കെ നമുക്ക് മൈൻ ചെയ്തേക്കാം. അങ്ങനെ ആയ മൈൻ ചെയ്ത് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ടോർച്ച് ചെയ്ത് വെക്കാം. ഇവിടുത്തെ ഒരു ആയന അതുകൂടി നമുക്ക് മൈൻ ചെയ്തേക്കാം. ഇവിടെ കുറേ ആയുണ്ട് കേട്ടോ. ഇനി മേലായനൊക്കെ ഞാൻ മൈൻ ചെയ്ത ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വിട്ട് പോകുമ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഒരു അയൺ ആർമർ എന്തായാലും സെറ്റ് ചെയ്തേക്കാം. നമ്മളേക്ക് ഇപ്പോൾ 22,000 കൊണ്ട് നമുക്ക് ആർമർ എന്തായാലും ക്രാഫ്റ്റ് ചെയ്തേക്കാം. അത് തന്നെ ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്, ഹെൽമെറ്റ്, ലെഗിൻസിനായി 2,000 വേണം. ഓക്കെ, 2,000 എന്തായാലും കൊടുത്തിട്ട് അതിന് ബൂട്ടും ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇൻവെൻറ്ററി തുറന്നിട്ട് നമുക്ക് ആർമർ തേക്കാം. അപ്പം നമ്മളെന്താണ് ഇൻവെൻറ്ററി എന്ന് നോക്കുമ്പോൾ വേണ്ട ഗൈസ്, നമ്മൾ ആർമർ നമ്മൾ എടുത്ത് കാണിക്കണമെങ്കിൽ എന്തോ ബഗ്ഗാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 ഗോൾ കൂടി ഉണ്ട്. നമുക്കിത് ഇതാണ് ആർമർ മാത്രമല്ല ടൂൾസ് കൂടി ക്രാഫ്റ്റ് ചെയ്തേക്കാം. നമുക്ക് ആദ്യം തന്നെ അയൺ പിക്കാസ് ക്രാഫ്റ്റ് ചെയ്യണം. അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ കുറച്ച് കൂടുതൽ സ്റ്റിക്ക് ഉണ്ടാക്കി. ഓക്കെ, 12 സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, ഒരു പിക്കാസ് ഇതിൻ്റെ അയൺ തീർന്നു. സ്മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സ്മെൽറ്റ് ചെയ്ത് 2 ഒരു അയൺ കൊണ്ട് നമുക്ക് ആഡ്സ് കൂടി ക്രാഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആഡ്സ് ക്രാഫ്റ്റ് ചെയ്യാം. ആഡ്സ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പം അത് മതി. നമുക്ക്
ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് വുഡ് ചെയ്യാം. തൊണ്ണൂറ്റുണ്ടാ വുഡ് കുറവാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒരു സോഡ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വുഡ് പോയി മൈൻ ചെയ്ത് കണ്ട് നമുക്ക് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ ഷീൽഡ് കൂടെ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകണം. അതാണ് ഇനി അടുത്ത നമ്മൾ പണി. ഷീൽഡിൻ്റെ ഇങ്ങനെ ഫുൾ ബഗ്ഗാണ്. എൻ്റെ ഈ ഫോണിൽ ആദ്യം വർക്ക് ചെയ്യണേ, ഇപ്പോഴാണ് വർക്കാണ്. ഇപ്പോഴാണെങ്കിൽ ഫുൾ ബഗ്. എന്താണോ ഈ വേർഷൻ ഫുൾ ബഗ്ഗാണല്ലോ. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കോവിനെ കൂടി ഒന്ന് കൊല്ലാം. കുറേ ലെതർ കാണേണ്ടി വരും. അതാണ് ഞാൻ കോവിനെ കൊല്ലണ്. പിന്നെ ഫുഡും ആവൂല. നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം. ഇനി നമുക്ക് ഇനി എത്ര ഉണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയാണ് പിന്നെ എത്താനായി. ഓക്കെ, ഇനി നമുക്ക് ആരെ ഇവിടെ നിന്ന് പോയേക്കാം. ഇനി എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഓസിനുണ്ട്. നമുക്ക് ഇതിനൊന്ന് ടൈം ചെയ്ത് നോക്കാം. ടൈം ആയാൽ മതി. ഫസ്റ്റ് തന്നെ പോയി. പിന്നെ നമുക്ക് ഇതിനൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ സാഡിലൊക്കെ നമ്മളെ കായനുണ്ട്, പിന്നെ ലെതറുണ്ട്. ലെതർ ചാനലൊക്കെയാണ്. പുതിയ അപ്ഡേറ്റ്, കുറച്ച് മുമ്പത്തെ അപ്ഡേറ്റിൽ തന്നെ ലെതറുണ്ടാക്കുന്നത്. അവിടെ പോയി ഓസാപ്പെടുത്താം. ഓക്കെ, തോന്നിക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് സ്പൂലൂടാം. അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ വെച്ചാൽ നമുക്ക് വില്ലേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വില്ലേജ് കുഴപ്പമില്ലാത്ത വില്ലേജാണ്. നമുക്ക് എന്തായാലും വില്ലേജിൻ്റെ ലൂട്ട് ചെയ്ത് നോക്കണം. വേഗം ഇവിടെ കയറിക്കാം. ഇവിടെ മറ്റേ എത്തല്ല, ഇതിനെന്താ പറയുക, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ്. ഇവിടെ എന്തായാലും എന്തെങ്കിലും തയ്ച്ചിട്ടുണ്ടാവും. ഓക്കെ, ഹെൽമെറ്റ്, പിന്നെ ഹോഴ്സിൻ്റെ ആർമർ ഇട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് സാപ്ലിങ്, പിന്നെ ലെഗിൻസ്, സോഡ്, ബണ്ടിൽ, ഇതൊക്കെയാണ് ഇതിൽ കിട്ടിയത്. അപ്പോൾ രാത്രി അവനെ ചെയ്ത് നമുക്ക് എന്തായാലും ഏതെങ്കിലും വീട്ടിൽ പോയി ഉറങ്ങാം. അപ്പോൾ നമ്മൾ കുതിര, അപ്പോൾ ഈ കുതിരയ്ക്കൊരു പേര്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതിന് വേണ്ട പേര്. പോൾസ് ആർമർ എന്തായാലും ഇട്ട് കൊടുക്കാം. ഇത് ഡാമുകളിൽ ഇവിടെ ബെട്ടിയല്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇതിൽ പോയേക്കാം. ഇവിടെയും ബെട്ടിയല്ലോ, ഇവിടെ ബെട്ടിയ. നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഒരു വീട് വെക്കാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചണം. അപ്പോൾ നമ്മൾ വില്ലേജിനെ കുറച്ച് വിട്ടാണ് വെക്കാൻ വിചാരിക്കുന്നത്. അത് ഇതുപോലത്തെ വെക്കാൻ വിചാരിക്കണില്ല. കുറച്ചൊക്കെ വിട്ട് നമുക്ക് എന്തായാലും നമ്മളെ കുതിരയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പുറത്ത് വീറ്റ് എന്തായാലും എടുത്തേക്കാം. ബീച്ച് എടുക്കും. പിന്നെ നമ്മൾ തിരിച്ച് നാടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറി കണ്ട് നമുക്ക് എന്ത് ചെയ്യാം. നമുക്ക് തെറ്റി ബീറ്റ്റൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് രീതിയിൽ കൂടി കുറച്ചിട്ടേക്കാം. മിക്കവാറും കിട്ടും. ഓക്കെ, നമ്മളൊറ്റ തെറ്റുന്നുണ്ട്. ബോൺ മീൽ അങ്ങനെ നമുക്ക് 2 ബോൺ മീൽ കിട്ടി.
അവിടെ ഒരു ചെറിയ ബ്ലോസമായി കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ബേസ് വെക്കാം. അത് മലൻ്റെ അപ്പുറത്താണ്, അവിടെ വാട്ടർ ആയിട്ട് ഉണ്ടാവും മിക്കവാറും. നമ്മൾ വെള്ളം കിടക്കേണ്ടി ഒരു കുതിരച്ച് വെള്ളം കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ അത്യാവശ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുതിരനൊരു സ്ഥലത്ത് ഇവിടെ സേഫ് ആക്കി വെക്കണം. അല്ലെങ്കിൽ കുതിര വേണ്ടി പോയ പണിത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. പറ്റുന്നത്ര ഫെൻസ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ വുഡ് കുറച്ചല്ലേനും, നമുക്കത് ബ്ലാങ്ക് ആക്കി വെക്കാം. സ്റ്റിക്കും വേണം. 9 ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം. നമ്മളെ കൊണ്ട് 6 ഇപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 9 ഉണ്ടാക്കാൻ ചെയ്യും, പിന്നെ 6 ഇപ്പോൾ. ഞാനത് സ്റ്റിക്ക് കുറേ ബ്ലാങ്കറ്റ് ഉണ്ടാക്കി, അത് പ്രശ്നമായി. ബട്ട് സാരി, നമുക്ക് ഇനി പിന്നെ എപ്പോഴെങ്കിലും ഇതുണ്ട് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചെറുട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇവിടെ ഫെൻസ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. പകുതിയാണ് നമ്മൾ ഡർട്ട് വെച്ചാണ്ട് ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ കുതിര എടുത്തേക്കാം. ഓക്കെ, അതും റെഡി. ഇതിനുള്ളിൽ കൊള്ളൂലെന്നാണ് ഞാൻ ആലോചിക്കുന്നു. കൊള്ളി. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകണമല്ലോ. അപ്പോൾ കുതിരയൊക്കെ അടി തുടങ്ങിയ. ഓക്കെ, നമുക്ക് വേഗം തന്നെ ഇവിടെ ബ്ലോക്ക് ഇട്ടേക്കാം. ഒരു ബ്ലോക്ക് കൂടെ അയച്ചോട്ടി ഞാൻ. എന്തായാലും ഇതിന് വീച്ചെടുക്കാം. കൊടുക്കുമ്പോൾ വീച്ചെടുത്തപ്പോൾ ഞാൻ അറിയാതെ റൈഡി കയറി. നമുക്ക് ഇനി ഇവിടുത്തെ ബ്ലോക്ക് ഒട്ടിക്കാം, അതാണ് നല്ലത്. ഇവിടുത്തെ ബ്ലോക്ക് ഒട്ടിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും വീച്ച് കൊടുക്കാൻ നോക്കിയത്, പക്ഷേ ഈ വീച്ച് കൊടുക്കേണ്ടിയില്ല. ഒന്നുകൂടെ നമുക്ക് പൊട്ടിച്ചാണ്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയുണ്ട്. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതുവരല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ കണ്ടുവരാം. ബൈ ഗൈസ്.